തലസ്ഥാനത്ത് മനം കവരുന്ന മോദി മാജിക്, ലോകം വാഴ്ത്തുന്ന മോദി പ്രഭാവം അനുഭവിച്ചറിഞ്ഞ് അനന്തപുരി. വിശ്വാസ സംരക്ഷണത്തിന് മോദി ഗ്യാരണ്ടിയും നൽകിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പാഴ്വാക്കുകൾ കേട്ടുപഴകിയ കേരളത്തിൽ ഇനി വികസന കാലം. വാക്കുപാലിക്കുന്നവരുടെ നേതാവായി മോദി എത്തി. ലോകം വാഴ്ത്തുന്ന മോദി പ്രഭാവം ഇന്ന് അനുഭവിച്ചറിഞ്ഞു അനന്തപുരി. ജനസാഗരത്തെ വണങ്ങാൻ സ്റ്റേജിന്റെ മുന്നിലെത്തി യഥാർത്ഥ ജനസേവകൻ. ചുറ്റിലും നാമെന്ന ഒറ്റ ചിന്ത. സദസ്സിനെ വണങ്ങിയത് 3 വട്ടം. എന്റെ സുഹൃത്തുക്കളെ, मैं जब भी केरला आता हूं, आपका स्नेह, आपका स्वागत. नमस्कारम तिरुवनंतपुरम. भगवान पद्मनाभ स्वामी की पावन भूमि पर आना बहुत बड़ा सौभाग्य है. പുത്തരിക്കണ്ട മൈതാനത്ത് ഒത്തുകൂടിയത് 10,000. മുന്നിലെത്തിയവരെല്ലാം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ. एनडीए सुहृतुक्കളെ, तिरुवनंतपुरम में बीजेपी की जीत साधारण नहीं है, ये ऐतिहासिक है, अभूतपूर्व है. तिरुवनंतपुरम ने केरला में बीजेपी सरकार की नींव डाल दी है. तिरुवनंतपुरम नगर निगम में आपने बीजेपी को सेवा करने का अवसर दिया. इसकी गूंज केरल में ही नहीं बल्कि पूरे देश में सुनाई दे रही है. പ്രായ, മത, രാഷ്ട്രീയ ഭേദമില്ല, വലിപ്പ ചെറുപ്പമില്ല. കാൽ തൊട്ടു വണങ്ങിയ മേയറെയും ഡെപ്യൂട്ടി മേയറെയും അതേപോലെ തന്നെ തിരിച്ചു വണങ്ങി. VVRനെ കെട്ടിപ്പുണർന്നു ഒരു സോദരന്റെ സ്നേഹത്തോടെ. സദസ്സിൽ തന്റെ ചിത്രം ഉയർത്തി നിന്ന കൊച്ചുകുട്ടിക്കും നരേന്ദ്രന്റെ കരുതൽ. കുട്ടിയോട് കത്തെഴുതാൻ മേൽവിലാസം ചോദിച്ചു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके. बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए. തിരികെ പോകും മുൻപേ കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി. അയ്യപ്പന്റെ സ്വർണം കട്ടവരെല്ലാം ജയിലിലാകുമെന്ന് ഉറപ്പ്. വിശ്വാസ സംരക്ഷണം, വികസിത കേരളം. ഇനി ആ ലക്ഷ്യത്തിന് പിന്നാലെ കേരളം നടക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ജനം.